Hi, welcome to my class. Good morning, students. Today we will discuss color of thin films by interference. So we are all familiar with the colors, with their brilliant colors we'll see on an oil film, the thin oil film spread on the surface of water and also in soap bubbles. Actually, these colors are due to interference. That is the interference of light. What happens is the light will reflect these light waves reflected from the top and bottom of the thin films. നമ്മൾ സോപ്പ് ബബിളിൽ കാണുന്ന കളറുകൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് കാരണം ഇൻ്റർഫറൻസ്. ആസ് വി സ്റ്റഡി ഇൻ്റർഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസിക്കലി സൂപ്പർ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താ? രണ്ട് വേവ്സ് ആയിരിക്കണം, സെയിം ഫ്രീക്വൻസി വേവ് ലെങ്ത്, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് വേവ്സ് ആയിരിക്കും. ആ രണ്ട് വേവ്സ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി റീഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഫേസ് ഡിഫറൻസ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലെ ഫേസ് ഡിഫറൻസിനനുസരിച്ച് ആ പോയിന്റിലെ ഇന്റൻസിറ്റി ഹൈ ആകാം അല്ലെങ്കിൽ ലോ ആകാം. ഇതിനാണ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അതേ പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു സോപ്പ് ബബിൾ ആണെങ്കിലും ശരി, ഒരു ഓയിൽ ഫിലിം ആണെങ്കിലും ശരി, ഇന്റർഫറൻസ് ആണ് ഈ കളറുകൾ ഉണ്ടാകാനുള്ള കാരണം. സോ ദ ഇന്റർഫറൻസ് ഈസ് ബിറ്റ്വീൻ രണ്ട് വേവ്സ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു വേവ് എന്ന് പറയുന്നത് ഈ ഫിലിമിൻ്റെ മുകളിലെ സർഫസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വേവും ഫിലിമിനുള്ളിലേക്ക് പോയി തിരിച്ച് വന്നതിന് ശേഷം ആ ഫിലിമിൽ നിന്നും എയറിലേക്ക് വരുന്ന രണ്ടാമത്തെ വേവും തമ്മിലാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് ഔട്ടർ സർഫസിൽ നടക്കുന്ന റിഫ്ലക്റ്റഡ് വേവും റിഫ്രാക്ട് ചെയ്ത് വന്നതിന് ശേഷമുള്ള പുറത്തു വരുന്ന ഇൻസിഡൻറ്റ് വേവും തമ്മിലുള്ള ഇൻ്റർഫറൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. So we can say that is reflected from the top and bottom surfaces of the thin films. Now, suppose if you have a white light is incident on the thin film. So instead of a color light, like a white light incident on a thin film or a soap bubble. So what happens is, some points you will get colored in this. You will get different colors in this film or in a soap bubble. So let us understand what is the reason for that. So basically, you understand the condition for interference, that is constructive interference and destructive interference. So we know that constructive interference takes place when the phase difference or the path difference is between the two waves which is interfering is integral multiple of lambda. So ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ അല്ലെങ്കിൽ ഇൻഡിജർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അതായത് 1 ലാംഡ 2 ലാംഡ എന്ന് പറയുന്ന ഒരു ഇൻഡിജറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേവ് ലെങ്ത് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻ്റർഫറൻസ് ബ്രൈറ്റ് പോയിന്റ് കിട്ടുന്നത്. നമുക്ക് ആദ്യമായി ഇതിൻ്റെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു തിൻ ഫിലിം. ഈ തിൻ ഫിലിമിലെ തിക്നെസ് ടി ആണെന്ന് സങ്കല്പിക്കാം. സോ എ ബി ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ്, ബി സി റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്, അതുപോലെ ഇ എഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. സോ നമുക്ക് ഈ ബി സിയും ഇ എഫും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോ ബി ഡി പ്ലസ് ഡി
ഫിലിമിനുള്ളിൽ സഞ്ചരിച്ച എക്സ്ട്രാ പാത്ത് മൈനസ് BM. ഇതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ റിഫ്രാക്ട് ചെയ്ത ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ബോട്ടം ഫിലിമിൻ്റെ ബോട്ടമിലേക്ക്, അതായത് ഏറ്റവും അടിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, അതാണ് BD. വീണ്ടും ബോട്ടമിൽ നിന്നും ടോപ്പിലേക്ക് വരുന്നു, അതാണ് BE. ഇത് രണ്ടും ഫിലിമിനുള്ളിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ ആ ഫിലിമിൻ്റെ റിഫ്രാക്ട് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ലെങ്ത്തിന്, ജോമെട്രിക്കൽ ലെങ്ത്തിന്. കാരണം ഒപ്റ്റിക്കൽ പാത്താണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ പാത്ത് എന്ന് വെച്ചാൽ ജോമെട്രിക്കൽ ഡിസ്റ്റൻസ് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിൻ്റെ 1 ആയതുകൊണ്ട് നമുക്ക് 1 തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നത്. മൈനസ് BM എയറിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം വാട്ട് ഈസ് BD പ്ലസ് DE കാൽക്കുലേറ്റ് ചെയ്യാം. So the path difference in the equation mu into BD plus DE minus BM. ഇനി നമ്മുടെ ജോമെട്രി നോക്കാം. BDയും DEയും ഈക്വൽ ആണ് because the angle of incidence and reflection are equal. Therefore the distance it is at the center. D is at the center. So the distance BD and DE are same. So we can write 2 into BD minus BM. BM is outside that is in the air, which is outside the film. ഇനി BDയുടെ വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നെൽസ് ലോ ഉപയോഗിക്കണം. sin I by sin R is equal to mu. So sin I is also written as BM by BE. Sin I is opposite by hypotenuse. So which is also BM by BE. Also we can use mu is equal to sin I by sin R. Okay, അപ്പോൾ mu is equal to sin Iക്ക് പകരം BM by BE ഉപയോഗിക്കുക by sin R. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? mu sin R. അപ്പോൾ sin R ഡിനോമിനേറ്റർ ഉള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ mu sin R കിട്ടി. sin I എന്ന് പറഞ്ഞാൽ എന്താണ്? BE by BM. ഓക്കെ, സോ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ BM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു BE sin I, ദാറ്റ് ഈസ് ഈക്വൽ ടു BE sin Iക്ക് പകരം mu sin R എന്ന് ഉപയോഗിക്കാം, mu sin R. സോ BM ഈസ് നത്തിങ് ബട്ട് mu ഇൻറ്റു BE ഇൻറ്റു sin R. ഓക്കെ, ഈ പടത്തിലേക്ക് നോക്കാം. BE എന്ന് വെച്ചാൽ എത്രയാണ്? BE എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് സൈഡും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുമാണ്. ഓക്കെ ഓക്കെ സോ അവിടെ സൈൻ R എന്ന് പറയുന്നത് BL ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് BD. ബട്ട് BL എന്ന് പറയുന്നത് എന്താണ്? BE ബൈ 2 ആണ്. അപ്പോൾ BE ബൈ 2 BD. സോ BE ഈസ് ഈക്വൽ ടു 2 BD sin R. അപ്പോൾ നമ്മുടെ ഈ BM എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് ആവശ്യമുള്ള ഇക്വേഷനിലേക്ക് BE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 BD sin R. അപ്പോൾ BM is equal to, put the value of BE, mu into what is BD, 2 BD sin R. So the path difference is 2 mu BD minus 2 mu BD sin square R. That is 2 mu BD is common, 1 minus sin square R, that is cos square R. So cos R is BL by BD from this triangle. Adjacent side by hypotenuse. Cos R is BL by BD. So that is T by BD. So delta is equal to 2 mu T cos R. So here I am using the convention 2 mu T cos R because I am, instead of
cos r, I am putting T by BD. So again, the BD and BD cut out. One cos r is replaced by T by BD. So the remaining will be one cos r, another cos r. So the cos square r becomes cos r. അപ്പോൾ ഇതാണ് പാത്ത് ഡിഫറൻസ് 2 മീറ്റർ cos r. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നു, ഒരു ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ഭാഗം ഉള്ളിലേക്ക് പോകുന്നു, ഫിലിമിനുള്ളിലേക്ക് പോകുന്നു, വീണ്ടും അതായത് റിഫ്രാക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, വീണ്ടും റിഫ്രാക്ട് ചെയ്ത് പുറത്ത് വരുന്നതിന് ശേഷം ഇവർ തമ്മിൽ ഇൻ്റർഫെയർ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് കളേഴ്സ് കിട്ടുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇനി എപ്പോഴാണ് കളേഴ്സ് കിട്ടാനുള്ള കണ്ടീഷൻ നോക്കാം. So a ray of light traveling in air and getting reflected at the surface of a denser medium undergoes an automatic phase change of y. ഒരു ലൈറ്റ് എയറിൽ നിന്നും ഒരു ഡെൻസർ അല്ലെങ്കിൽ ഒരു ഫിലിമിലേക്ക് പോവുകയാണെങ്കിൽ, റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമുക്ക് ആ ഫിലിമിൽ കൊണ്ട് ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ കൊണ്ട് അതിനൊരു പാത്ത് ഡിഫറൻസ് λ/2 ഉണ്ടാവും. ഇവിടെ റിഫ്ലക്ഷൻ അറ്റ് ബി ഈസ് അറ്റ് ദ സർഫസ് ഓഫ് എ ഡെൻസർ മീഡിയം. ഇവിടെ നോക്കി, ബി എന്ന് പറയുന്ന ഫിലിം എന്ന് പറയുന്ന മുകളിലത്തെ ലെയർ അതൊരു ഡെൻസർ മീഡിയത്തിൻ്റെ സർഫസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിന് എക്സ്ട്രാ ഒരു λ/2 പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത പാത്ത് ഡിഫറൻസിൻ്റെ കൂടെ ഒരു λ/2 കൂടെ ആഡ് ചെയ്യണം. ഇനി ഈ 2 മീറ്റർ cos r പ്ലസ് λ/2 ആണ് യഥാർത്ഥത്തിലുള്ള പാത്ത് ഡിഫറൻസ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ യഥാർത്ഥത്തിലുള്ള എഫക്റ്റീവ് പാത്ത് ഡിഫറൻസിനെ നമ്മുടെ ഇൻഡിഫറൻസിൻ്റെ കണ്ടീഷനുമായി കമ്പയർ ചെയ്യാം. എന്താണ് കണ്ടീഷൻ? പാത്ത് ഡിഫറൻസ് n λ ആകുമ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? 2 മീറ്റർ cos r പ്ലസ് λ/2 ദാറ്റ് ഈസ് ഈക്വൽ ടു n λ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. സോ അപ്പോൾ ഫിലിം അപ്പിയേഴ്സ് ബ്രൈറ്റ്. അപ്പോൾ ഈ λ/2 റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ n λ മൈനസ് λ/2 ദാറ്റ് ഈസ് 2n മൈനസ് 1 λ/2. So this is the condition, that is 2 meter cos r is equal to 2n plus 1 λ/2 is the condition for constructive interference. Similarly, for destructive interference, the path difference is odd multiple of λ/2, that is 2 meter cos r plus λ/2, that is 2n plus 1 λ/2. So 2 meter cos r is equal to n λ. This is the condition for destructive interference. Okay. So this is the condition coming to the end of this class.